പൊളി സാധനം. ഫുള്ള് പെവറ പരിപാടിയാ. അതുപോലെ ഓടി അടിക്കണ്ട, താഴെ ചടിപ്പോ എൻ്റെ കടിക്ക. എൻ്റെ ദൈവമേ, ചിന്തിച്ചാൽ എങ്ങനെയാണ്? കുറേ ടേക്ക് എടുക്കുമോ തെറ്റുമ്പോൾ? പരിചയമുണ്ടാവില്ല. മൈക്ക് താഴെ 260 ഗ്രാം. എൻ്റെ ദൈവം, എന്തൊക്കെയാണ് ഞാനീ പറയുന്നത്? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ചെറിയൊരു അൺബോക്സിങ്ങുമായിട്ടാണ് നിങ്ങളുടെ മുന്നോട്ട് വരുന്നത്. അപ്പം പുതിയൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഡിയോൺ സേവ്യർ പുത്തമ്പരക്കൽ. ഡിയോൺ സേവ്യർ പുത്തമ്പരക്കൽ. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഈ അൺബോക്സിങ് നടത്തുന്നത്. കാരണം എനിക്കിതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. ഈ സാധനം ഒരു ഗിംബലാണ്. ഞാനൊരു ഗിംബൽ വേണമെന്ന് ഇവനോട് ആവശ്യപ്പെട്ടു. അതിന് അവനൊരു ഗിംബൽ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലതാണെന്ന് വിചാരിക്കുന്നു. കയ്യിലെ പൈസ പോയാൽ അവന് ഇടിയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മളിത് പൊട്ടിക്കാൻ പോവാണ്. ബാക്കി നമുക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാം. ഓക്കെ, ബാ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡിയോൺ സെവിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബിൾ എന്ന് പറയുന്ന സാധനം. അപ്പം ചേട്ടൻ നമ്മളോട് ഒരു ഗിംബിൾ വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. ഉപയോഗിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് POCO-X3 ആയിരുന്നു. അപ്പം അതിന് 227 ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോസ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഗിംബിൾ എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇതിന് 260 വരെ ഗ്രാമുള്ള ഫോൺ താങ്ങാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ഞാൻ റിവ്യൂസൊക്കെ നോക്കി, റേറ്റിംഗ് നോക്കി, നല്ല റിവ്യൂസ് ഉണ്ട്, റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. 5000 രൂപയാണ് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നല്ല സാധനമാണ്. നല്ല കളറും ബ്ലാക്ക് കളറാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ സാധനം എത്തി. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ബാക്ക് സൈഡ് തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് Moni-S എന്ന് പറഞ്ഞൊരു മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ മിനി ട്രൈപ്പോഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാർജിങ് കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ കൺട്രോൾ കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജിനായിട്ടൊരു പൗച്ച് പോലെ ഒരു സാധനം, അതായത് നമ്മൾ ഗിംബിൾ പ്ലേസ് ചെയ്യാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊരു കവർ പോലത്തെ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ട യൂസർ മാനുവൽ കാര്യങ്ങളും ഗൈഡൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് ബാക്ക് സൈഡിലായിട്ട്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പം നമ്മുടെ മെയിൻ സാധനം ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മോസ എന്നൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മെൻഷനിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പം ഫോൾഡബിൾ ഡിസൈനാണ്. ഒബ്ജക്റ്റ് ട്രാക്കിംഗ് നല്ലോണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫോൺ ക്യാമറ കൺട്രോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ 1 ബട്ടൺ സൂം ആൻഡ് ഫോക്കസ് കൺട്രോൾ, പിന്നെ ഈസി ടു ബാലൻസ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് ഈ സൈഡിലായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല തുറക്കാം. ഓക്കെ, ഇത് കാര്യമാണ്, മാറ്റി വെച്ചേക്കാം. പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് ഒരു QR കോഡ്, പിന്നെ ഇതിൻ്റെ ഓരോ മോഡ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഒരു പേപ്പറിനകത്തുണ്ട്. പിന്നെ കാണുമ്പോൾ നമുക്ക് ഒരു യൂസർ ഗൈഡാണെന്ന് തോന്നുന്നു. ഒരു വലിയൊരു കഷ്ണം പേപ്പറുണ്ട്. അതെ, യൂസർ മാനുവലാണ്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ. ഓക്കെ, അത് മാറ്റി വെക്കാം. ഓക്കെ, പിന്നെ മോസേൻ്റെ സ്റ്റിക്കേഴ്സാണ്. നമുക്ക് ഗിംബലിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാനുള്ള, ഒട്ടിക്കാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ. പിന്നെ നോക്കുമ്പം നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് അതെ, ഇത് മൗണ്ട് ചെയ്യാനുള്ള ഒരു ട്രൈപ്പോഡ് പോലത്തെ ഒരു 3 കാലുള്ള സാധനം. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഒരു ബ്ലാക്കിഷ് കളറാണ് കൊടുത്തിരിക്കുന്ന. ഒരു റബ്ബറിൻ്റെ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനം തോന്നുന്നു. ഇത് മാറ്റി വെച്ചേക്കാം. പിന്നെ ഉള്ളത് ഒരു ടൈപ്പ് സി കേബിളാണ്. ടൈപ്പ് ബി അല്ല, ടൈപ്പ് സി ആണ്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ ഫോണിനും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പം എല്ലാ ഫോണിനും മോസ്റ്റ് പ്രോബബ്ലി ടൈപ്പ് സി കേബിളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് നോക്കുമ്പം നല്ല ക്വാളിറ്റിയിലൊരു ടൈപ്പ് സി കേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അധികം നീളമൊന്നുമില്ല. ഇതിപ്പോൾ അത് നീളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ചാർജ് ചെയ്യാനായിട്ട്. ഓക്കെ, ടൈപ്പ് സി കേബിളുണ്ട്. പിന്നെ ഒരു ഓട്സ് കേബിൾ അല്ല, ടൈപ്പ് ബി ടു ഓട്സ് കേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല, കാരണം ചേട്ടനോട് ചോദിക്കേണ്ടി വരും. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു പൗച്ച് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു കോട്ടൻ്റെ ഒരു പൗച്ചാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പൗച്ച് തന്നെയാണ്. സൈഡിൽ മോസേൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് നമ്മുടെ ഗിംബലാണ്. ഓക്കെ, ഇത് നമ്മൾ അവർ വെൽ പാക്ക്ഡായിട്ട് സീൽഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് തെർമോക്കോൾ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു സിലിക്ക ജെൽ അവർ കൊടുത്തിട്ടുണ്ട്, ഈർപ്പൊന്നും പിടിക്കാണ്ടിരിക്കാനായിട്ട്. ഓക്കെ, ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ഗിംബലാണ്. നമുക്ക് മെല്ലെ എടുക്കാം. കാണുമ്പോൾ തന്നെ ഒരു നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്താണ് പിടിക്കാനൊക്കെ.
മോസ Moni-S എസെൻഷ്യലാണ് ഇത് ഈ മോഡലിൻ്റെ ഈ ഗിംബൽ മോഡലിൻ്റെ പേര് എന്ന് പറയുന്നത്. പിന്നെ മുകളിലായിട്ട് കുറച്ച് ബട്ടൺസും കാര്യങ്ങളും, ഒരു പവർ ബട്ടൺ, പിന്നെ ഇത് ലോക്ക് ആക്കാനായിട്ടൊക്കെ ഒരു ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇവിടെ മുകളിലായിട്ട് മോസേൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിവർത്തി കാണിച്ചു തരാം. ഒരു ക്ലിപ്പുണ്ട് സൈഡിലായിട്ട്, ഞെക്കി കഴിയുമ്പോൾ ഇത് നമുക്ക് നേരെ മുകളിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മുകളിൽ വന്നു. ഇത് ഫുള്ള് മോട്ടറൈസ്ഡ് ആണ്. ഇവിടെയും ഈ സൈഡിലൊരു മോട്ടറുണ്ട്, ഈ സൈഡിലൊരു മോട്ടറുണ്ട്, ഈ സൈഡിലൊരു മോട്ടറുണ്ട്. അപ്പം നമ്മളത് സ്റ്റെബിലൈസേഷൻ കൂട്ടാനായിട്ടാണ് അതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഗിംബലിൻ്റെ യൂസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ജോയിസ്റ്റിക്ക് പോലൊരു സംഭവമുണ്ട്. നമുക്ക് ഏത് പൊസിഷനിലേക്കാണ് എടുക്കേണ്ടത്, ഏത് പൊസിഷനിലേക്കാണ് ഫോൺ വേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ടൈപ്പ് സി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഒരു ടൈപ്പ് ബി ഓപ്ഷനും കൂടി ഉണ്ട്. ഈ സൈഡിലായിട്ടാണ് ഒരു ടൈപ്പ് ബി കേബിളും കൂടി ഉണ്ട്. നമ്മളിത് ഇവിടെ ഒരു അൺലോക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് തിരിച്ച് ചെയ്യുമ്പോൾ ഇത് അൺലോക്ക് ആവും. ഇത് ലൂസായി. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് പവർ ഓൺ ചെയ്യാൻ. ഓക്കെ, നമ്മുടെ സാധനം ഓൺ ആയിട്ടുണ്ട്. കാലിബ്രേഷനാണ്, ഫുൾ വൈബ്രേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അത് ഒന്ന് കാലിബ്രേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാറ്ററീൻ്റെ കൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് എന്തൊരു ബാറ്ററി ചാർജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇവർ 8 hours ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ട് കണ്ടിന്യൂസ്ലി. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഗിംബലല്ലേ, ഒരു ഫോൺ സെറ്റ് ചെയ്തില്ലേ മോശമല്ലേ? അപ്പോൾ നമുക്കൊരു ഫോൺ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൃത്യം സെൻറ്ററായിട്ട്, അതായത് മിനിമം കൃത്യം സെൻറ്ററായിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലാണ് ഫോൺ വെക്കേണ്ടത്. എന്നാലേ നമുക്കത് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളത് ആദ്യമായിട്ടാണ് ഗിംബൽ ഇങ്ങനെ മേടിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് അറിവ് കുറവൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് ഇതെങ്ങനെയാണ് സെറ്റപ്പ്, സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണ്, സെറ്റപ്പ് എങ്ങനെയാണ്, കോൺഫിഗറേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഇവൻ എനിക്ക് വാങ്ങിച്ചു തന്ന സാധനം. സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഡിജി ഗിംബലായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ട് എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പോൾ ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഞങ്ങളൊന്ന് നോക്കി പഠിച്ചതിന് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും. അതെ, തീർച്ചയായും. ഞാനെങ്ങനെയുണ്ട്? കൊള്ളാം, പൊളി സാധനം. കൊള്ളാം. അപ്പോൾ ആക്ച്വലി ഞങ്ങളൊരു പോക്കോ ഫാമിലിയാണ്. അതായത് പോക്കോ ആദ്യം എടുത്തത് ഡിയോൺ ആണ്, X2. അതെ, എൻ്റെ അടുത്ത് POCO-X2 ആണ്. പിന്നെ ചിന്തിച്ചതിൻ്റെ അടുത്ത് POCO-X3 ആണ്. ഓക്കെ, പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ട്, വിളിക്കാം ബയോ. അവരുടെ അടുത്ത് POCO-M2 ആണ്. പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, സ്വരൂപ് എന്നാണ്. അവൻ്റെ അടുത്തും POCO-M2 ആണ്. കാണിച്ചു കൊടുക്കും. POCO-M2 Pro. ഇത് POCO-X2. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ POCO-X3യിലാണ്. അത് എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുവരുന്നില്ല. അപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ, ഡിയോൺ തിരുവമ്പാടിയിലാണ് വീട്. അപ്പം ഇങ്ങനെയുള്ള ഓൺലൈൻ സാധനങ്ങളെല്ലാം വാങ്ങുമ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറയാം, എൻ്റെ ഫോണ് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗിംബൽ ഇതിപ്പം അങ്ങനെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ വളരെ ചീപ്പ് റേറ്റിൽ, മാക്സിമം ഓഫറിൽ, ഇവന് അവിടെ ഇവിടെ കുറേ കാർഡുകളൊക്കെ ഉണ്ട്. ആ കാർഡുകളൊക്കെ വെച്ച് പെർസെൻറ്റേജൊക്കെ കുറച്ച് ഒത്തിരി പൈസ കുറവാണ്. ഇതിന് ഏകദേശം 7,000 രൂപ ഞാൻ അന്ന് നോക്കിയപ്പോൾ കണ്ടേ. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 4,900, അതായത് 5,000 രൂപയുടെ അടുത്ത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സാധനത്തിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിയോണിനെ വിളിക്കുക. ഡിയോണിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതോടൊപ്പം ഡിയോൺ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ടാറ്റാ.